നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പുത്തൻകാട് ഏല നെല്ലുൽപാദക സംഘത്തിന്റെ കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മുൻ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 13ാം ചരമവാർഷികം ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാടം ചക്കാലക്കളം NSS കരയോഗം പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ പതിവായി വീട്ടുമാലിന്യങ്ങൾ തള്ളുന്നത് പതിവാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ജനുവരി 14 മുതൽ 18 വരെ 64ാമത് കേരള സ്കൂൾ കലോത്സവം നടക്കുന്നു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, സ്കൂൾ മാനേജ്മെന്റ്, PTA പ്രതിനിധികൾ, സബ് കമ്മിറ്റി കൺവീനർമാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവയുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. കലോത്സവത്തിന്റെ വരവറിയിച്ച് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ബോർഡുകൾ ഉണ്ടാകും. മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന മത്സരാർത്ഥികൾക്ക് മികച്ച താമസ സൗകര്യം ഉറപ്പാക്കും. കൂട്ടായ പരിശ്രമത്തിലൂടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം. ലഹരിവിരുദ്ധ പ്രതിരോധ ചങ്ങല തീർക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പ്രതിജ്ഞയെടുക്കുന്നു. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ജനുവരി 13 വൈകുന്നേരം 3:30 വരവേൽപ്പ് നൽകും. SPC, NCC, NSS തുടങ്ങി 1000ഓളം സന്നദ്ധ സേനാംഗങ്ങൾ പങ്കെടുക്കും. ഉദ്ഘാടന ദിനം ജനുവരി 14 രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തും. തൃശൂരിന്റെ പൂരപ്രൗഢി വിളിച്ചോതുന്ന ഇലഞ്ഞിത്തറ മേളവും 64 കുട്ടികൾ അണിനിരക്കുന്ന കുടമാറ്റവും നടക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അധ്യക്ഷനാകും. സ്വാഗത സംഘം ചെയർമാനായ റവന്യൂ മന്ത്രി ശ്രീ K രാജനാണ് സ്വാഗതം ആശംസിക്കുക. പുത്തൻകാട് ഏല നെല്ലുൽപാദക സമൂഹത്തിന്റെ കൊയ്ത്തുത്സവം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ കൊയ്ത്തുത്സവത്തിൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖിൽ PS, വാർഡ് മെമ്പർ മനു പുഴയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മാലിനി, അധ്യാപകരായ രതീഷ്, റീന, സരിത എന്നിവരുടെ നേതൃത്വത്തിൽ പാടത്തെത്തിയ കുട്ടികൾക്ക് പുത്തൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ നിമിഷ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പാടശേഖരം പ്രസിഡന്റ് വിജയകുമാരി, സെക്രട്ടറി BG ബാലൻ, ഭരണസമിതി അംഗങ്ങളായ ഷിജി കള്ളാടത്തിൽ, ഷാജൻ കൂമുള്ളി, ലത ഷാജൻ, ശശി കൂമുള്ളി എന്നിവർ നേതൃത്വം നൽകി. പാടത്തിറങ്ങി അരിവാൾ ഉപയോഗിച്ച് നെല്ല് കൊയ്യാൻ സാധിച്ചത് കുട്ടികളിൽ ആവേശം നിറച്ചു. ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് കൊയ്ത്തിനെത്തിയ കുട്ടികൾ നെൽക്കതിരുകളുമായാണ് സ്കൂളിലേക്ക് മടങ്ങിയത്. നിങ്ങളുടെ കൂടെ ഈ കൊയ്ത്തുത്സവത്തിന് പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്. നമ്മുടെ പുതുതലമുറ കൃഷിയിൽ നിന്ന് അകന്നു പോകുക എന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാടശേഖരം ചെയ്യുന്ന ഈ ഒരു എഫേർട്ടിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ ഒത്തിരി നേരമായി നമ്മൾ ഞാറ് നട്ടു, അത് വളർന്നു വലുതായി, അതിൽ നെല്ലിൻ്റെ വിത്തുകൾ അല്ലെങ്കിൽ നെൽക്കതിരുകൾ വന്നു. ആ നെൽക്കതിരുകൾ കൊയ്ത് എടുത്തിട്ട് ആ കതിരുകൾ നമ്മൾ മണികളാക്കി അതിനെയാണ് നമ്മൾ അരിമണിയാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഉണ്ടാക്കുന്നത് ആ നെൽക്കതിരിലൂടെയാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലേ? നമുക്കിനി കൊയ്യാനും കൂടി പോകണ്ടേ? അപ്പോൾ കൊയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? നമ്മൾ ഞാറ് നട്ട പോലെ അത്ര എളുപ്പത്തിൽ കൊയ്യാനായിട്ട് സാധിക്കില്ല. പണ്ട് നമ്മൾ അരിവാൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടത്തിൽ പാടത്തിറങ്ങി കതിര് കൊയ്തെടുക്കേണ്ടതാണ്. ഇന്ന് നമുക്ക് മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് വലിയ യന്ത്രം വരും. അതിൽ മറ്റേ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാടത്തുനിന്ന് നെല്ല് കൊയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാനും പഠിക്കാനും നിങ്ങളിൽ ആർക്കെങ്കിലും കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കാനും ഒക്കെ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് പാടശേഖര സമിതികൾ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഇതൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുതന്നെ ആയാലും ഈ പാടശേഖര സമിതി ഇത്രയും നന്നായിട്ട് കൃഷി ഇറക്കുന്നതിനും അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് എല്ലാവിധ പാടശേഖര സമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വന്നെത്തിയ എല്ലാവരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 12ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് തെക്കുംകരയിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും പുന്നംപറമ്പിലെ ട്രസ്റ്റ് ഓഫീസിൽ നടന്നു.
ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. TA ശങ്കരൻ അധ്യക്ഷനായി. കുട്ടൻ മച്ചാട്, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, സുനിമോൾ ജോജു, സന്തോഷ് എറക്കാട്ട് തുടങ്ങിയവർ അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. പുത്തൂർ റോഡ് വികസന പ്രവർത്തനങ്ങൾ തോന്നിയ പടി. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാതെ റോഡ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കുട്ടനല്ലൂർ മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള ദൂരത്താണ് നിർമ്മാണ പ്രവൃത്തികൾ. ആദ്യഘട്ടത്തിൽ കുട്ടനല്ലൂർ മുതൽ ഇളംതുരുത്തി വരെയുള്ള ഭാഗം 15 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തി. രണ്ടാം ഘട്ടമായി ഇളംതുരുത്തി മുതൽ പുത്തൂർ വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടത്താനുള്ള ശ്രമം പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. റോഡിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാതെ ടാറിംഗ് പണികൾ നടത്തിയാൽ വീണ്ടും റോഡ് കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് പണി തടയാൻ കാരണം. റോഡിന്റെ വീതി പല സ്ഥലത്തും 15 മീറ്ററിൽ താഴെയാണെന്നും അളന്ന് തിട്ടപ്പെടുത്തിയ റോഡിന്റെ അലൈൻമെന്റ് കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നും ജനങ്ങൾ ആരോപിച്ചു. നിലവിലെ റോഡ് മുന്നറിയിപ്പില്ലാതെ അടച്ച് ഗതാഗതം വഴിതിരിച്ചുവിടാനുള്ള ശ്രമവും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വരുന്ന 9-ാം തീയതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേരാമെന്നും അതുവരെ ടാറിംഗ് ഒഴിച്ച് മറ്റു പണികൾ നടത്താനും തീരുമാനിച്ചു. 2023 54 ലക്ഷം രൂപ JJM ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് ലൈൻ ഇടാനായിട്ട് PWDക്ക് കൈമാറിയിട്ടുള്ളതാണ്. നാളെ ഇതുവരെയായിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയോ അതുമായിട്ടുള്ള നടപടികൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒഴിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം, അതായത് നമ്മുടെ ഇളംതിരുത്തി തൊട്ട് പൈപ്പള്ളി മൂല വരെയുള്ള റോഡിൻ്റെ രണ്ട് സൈഡും എല്ലാ ഭാഗത്തിലെ ഉൾവഴികളിലൊക്കെ JJMന്റെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ആ വഴികളിലുള്ള പൈപ്പ് ലൈനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൻ റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ പൈപ്പ് ലൈനാണ് ഇന്നിപ്പോൾ ഇതിലിടാതെ റോഡിൻ്റെ പണി നടത്താനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ JJMന്റെ പൈപ്പ് ലൈൻ രണ്ട് സൈഡും സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും ഞങ്ങളടക്കം എല്ലാവരും വന്ന് അവരുടെ അധികാരികളായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അതിന് ആയിട്ടുള്ള നടപടികൾ എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഈ പുത്തൂർ പ്രദേശത്തെ 6-7 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് JJMന്റെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചേ മതിയാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തെക്കുംപാടം NSS കരയോഗം ചക്കാലക്കളം പരിസരത്ത് പതിവായി സാമൂഹ്യവിരുദ്ധർ വീട്ടുമാലിന്യങ്ങൾ തള്ളുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കുട്ടികളുടെ മലവും മൂത്രവും അടങ്ങുന്ന ഒരു വലിയ പ്ലാസ്റ്റിക് കവർ നിറയെ പാമ്പേഴ്സ്, പഴയ ചെരുപ്പുകൾ, ഗുളിക കവർ തുടങ്ങിയ മാലിന്യങ്ങൾ നടു റോഡിൽ തള്ളി. നാട്ടുകാർ വിവരമറിയിച്ച് വാർഡ് മെമ്പർ കൃഷ്ണേന്ദു പ്രശാന്ത് എത്തി മാലിന്യം റോഡരികിലേക്ക് മാറ്റി. കഴിഞ്ഞ ആഴ്ചകളും റോഡരികിൽ പാമ്പേഴ്സ്, വിസ്പർ, മദ്യക്കുപ്പികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അധികാരികളെ അറിയിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചു. കരയോഗ പരിസരത്തെ വെള്ളച്ചാലിലും പ്ലാസ്റ്റിക് കവറിലാക്കി മാലിന്യമിടുന്നു. നമ്മുടെ നാട് മലിനമാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അധികാരികളെ അറിയിക്കണമെന്നും ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും കരയോഗം ഭാരവാഹികളായ പ്രസിഡന്റ് NS പീതാംബരൻ, സെക്രട്ടറി രാജേന്ദ്രൻ മുല്ലപ്പള്ളി, ട്രഷറർ സുനിൽകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ ചക്കാലക്കളം NSS കരയോഗത്തിന്റെ മുൻഭാഗം ഈ ഒരു ഏരിയയിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിരുന്നുണ്ട്.
ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ മാലിന്യങ്ങളാണ് പ്രധാനമായിട്ടും. കുട്ടികൾ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ്, അതുപോലെ വിസ്പർ, അതുപോലെ മദ്യക്കുപ്പികൾ, അതുപോലെ തന്നെ കഴിച്ച ഗുളികകളുടെ സ്ട്രിപ്പുകൾ, അതുപോലെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, ഇത്തരം സാധനങ്ങൾ കൊണ്ടു തട്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചക്കാലക്കളത്തിൻ്റെ ഈ ഒരു വഴിയുണ്ട്, ഇടയ്ക്ക് പോകുന്നൊരു വഴി, ആ വഴിയിലായിരുന്നു ഇത് തട്ടിയിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്ത് അധികാരിയെ മെമ്പറുടെ ശ്രദ്ധയിൽ വിടുകയും പഞ്ചായത്ത് അധികാരികളെ വിളിച്ചറിയിക്കുകയും അവർ വന്നത് പരിശോധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ബന്ധപ്പെട്ട ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ ശക്തമായ നടപടിയും എടുക്കാമെന്നും പിഴ ചുമത്താമെന്നൊക്കെ പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നുണ്ടായ സംഭവം എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ പുലർച്ചെ ഈ കിടക്കുന്ന ഈ പാമ്പേഴ്സ്, ഈ പാക്കറ്റ്, വലിയൊരു പാക്കറ്റ് അങ്ങനെ തന്നെ നടു റോഡിൽ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. ഇത് മെമ്പറോട് വിളിച്ച് പറയും, മെമ്പർ വന്ന് മെമ്പറാണ് ഇത് മാറ്റി ഈ സൈഡിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സാമൂഹിക ദ്രോഹികൾ നമ്മുടെ നാടിന് തന്നെ ഒരു എന്താ പറയുക വിഷമത ഉണ്ടാക്കുന്ന കാര്യമാണ്. നാട് എന്താ പറയുക എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയോടും നോക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും കടമയാണ്. ഇത് ഇത്തരത്തിൽ നമ്മുടെ റോഡും ചാലുകളും ഒക്കെ മലിനാക്കുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്, അത്യന്തം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ പഞ്ചായത്ത് അധികാരികൾ സ്വീകരിക്കണം എന്നാണ് നമ്മുടെ NSS കരയോഗത്തിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കരയോഗത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള പീതാംബരൻ പറഞ്ഞ പോലെ ഇത് ഒരു ചെറിയൊരു സംഭവമല്ല. ഇതിന് മുൻപും ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേസ്റ്റുകൾ, വീട്ടിലത്തെ അവശിഷ്ടങ്ങൾ, അതൊക്കെ കൊണ്ട് ഈ റോഡിൻ്റെ പ്രധാന റോഡാണ് തെക്കുംപാടത്തെ, ആ റോഡിൻ്റെ സൈഡിലാണ് ഈ അവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, അതായത് എന്താ പറയുക, വല്ല CCTV ക്യാമറകളോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി മേലാലെങ്കിലും ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രമാണ് NSSന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിവാരണ അശ്വമേധം 7.0 ക്യാമ്പയിൻ 7ാം ഘട്ടം ജനുവരി 7-ന് ആരംഭിക്കുമെന്ന് DMO ഡോക്ടർ ശ്രീദേവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 7 മുതൽ 20 വരെ ഭവന സന്ദർശനം നടത്തി 2 വയസ്സിന് മുകളിലുള്ളവർക്ക് കുഷ്ഠരോഗമുണ്ടോ എന്ന് പരിശോധിക്കും. രോഗം 6 മുതൽ 12 മാസം വരെയുള്ള ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയും. ജില്ലയിൽ ഇപ്പോൾ 37 രോഗികൾ ഉള്ളതായും ഇതിൽ 21 പേരെ ഇക്കൊല്ലം കണ്ടെത്തിയതാണെന്നും ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലെമി ജോസ് പറഞ്ഞു. ജനുവരി 7-ന് ജനറൽ ആശുപത്രിയിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായുള്ള ക്യാമ്പയിൻ മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടത്തി. ക്ഷീര കർഷകരുടെ ആരോഗ്യ സുരക്ഷയെ മുൻനിർത്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ്. പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനും ഗുണങ്ങളെക്കുറിച്ച് ബോധവൽക്കുന്നതിനും ഭാഗമായി മാന്നാമംഗലം ക്ഷീരസംഘത്തിലെ ക്ഷീര കർഷകർക്ക് ക്ഷീര വികസന വകുപ്പിന്റെ സഹായത്തോടെ ക്യാമ്പയിൻ നടത്തി. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TK ശ്രീനിവാസൻ, വാർഡ് മെമ്പർ CB അജി വാരപ്പെട്ടിയിൽ എന്നിവർ സംസാരിച്ചു. ഒല്ലൂക്കര ക്ഷീര വികസന യൂണിറ്റ് ഓഫീസർ K ജയലക്ഷ്മി, ഡയറി ഫാം ഇൻസ്പെക്ടർ ഹീര സുരേഷ് എന്നിവർ ക്ലാസ് നടത്തി. സംഘം വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇൻഷുറൻസ് പദ്ധതിയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഈ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയിട്ടുള്ള മാന്നാമംഗലം ക്ഷീരസംഘം പ്രസിഡന്റ് ശ്രീ ജോർജ് പന്തപ്പള്ളിയാണ്. നമ്മുടെ സ്വാഗതം പറഞ്ഞ വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുൻ പ്രസിഡന്റും ഈ വാർഡിന്റെ ഇവിടുത്തെ മെമ്പറും അതുപോലെ തന്നെ ഇപ്പോൾ ഒല്ലൂക്കര ബ്ലോക്കിന്റെ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശ്രീ TK ശ്രീനിവാസൻ അവർ, 8ാം വാർഡിന്റെ മെമ്പർ ശ്രീമതി CB അജി, അതുപോലെ നമ്മുടെ ക്ഷീരവികസന ഓഫീസർ, ഒല്ലൂക്കര ബ്ലോക്കിന്റെ ക്ഷീരവികസന ഓഫീസർ ശ്രീമതി ജയലക്ഷ്മിക്ക്, അതുപോലെ DFI ഹീര, നമ്മുടെ ഈ സംഘത്തിന്റെ സെക്രട്ടറി ഡേവിസ് കണ്ണൂക്കാട്, മറ്റ് മുൻ മെമ്പറായിട്ടുള്ള അരൂഷ്, ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, പ്രിയപ്പെട്ട ക്ഷീര കർഷകരെ, നമ്മളിന്ന് നാട്ടില് പശു അല്ലെങ്കിൽ പാൽ ഉത്പാദനമൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അതിനെ എന്താ പറയുക, നമ്മളാ പ്രവൃത്തി നടത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനുവേണ്ടി നടത്തുന്ന നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ട് തന്നെയാണ് ഓരോ ക്ഷീര കർഷകനും പാലുൽപാദനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതുപോലൊരു സൊസൈറ്റിയായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബം കഴിയാൻ വേണ്ടി പാലുൽപാദന മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളും കൂടി നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു അസുഖം വരിക എന്ന് പറയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏതൊരു അസുഖവും വരാം. നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാള് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കാലത്ത് എന്ന് പറഞ്ഞ പോലെ ഒരു നിമിഷത്തിലാണ് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ട് വരുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മായങ്ങളും സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പുത്തൂർ പഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന ക്ഷീരസംഘം പ്രസിഡന്റും അതിന്റെ ഭാരവാഹികളെയും അനുമോദിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഇത് പറഞ്ഞുകൊണ്ടും ഔപചാരികയുടെ പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി. പല നെൽപ്പാടങ്ങളും വിളവെടുപ്പിന് ഭാഗമായ ഈ സമയത്ത് പീച്ചി കനാലിലൂടെ വെള്ളം തുറന്നുവിട്ട് നെൽകൃഷി നശിപ്പിക്കരുതെന്ന് ഇലഞ്ഞിക്കുളം പാടശേഖര സമിതി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ ഇറിഗേഷൻ അധികൃതരോട് അഭ്യർത്ഥിച്ചു. മുളയം കൊഴുക്കുള്ളി നടത്തറ പ്രദേശത്തേക്ക് കനാൽ വഴി വിടുന്ന വെള്ളം വിളഞ്ഞ് കൊയ്യാൻ പാകമായി കിടക്കുന്ന ഇലഞ്ഞിക്കുളം, അഞ്ചേരി, മരത്താക്കര പാടശേഖരങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ ഇറിഗേഷൻ അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും ദാസൻ കാട്ടുങ്ങൽ ആവശ്യപ്പെട്ടു. വിളഞ്ഞ കണ്ടത്തിലേക്ക് വെള്ളം തേകരുത് എന്ന പഴമൊഴി അദ്ദേഹം അധികൃതരെ ഓർമ്മപ്പെടുത്തി. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ദാസൻ കാട്ടുങ്ങൽ ഇലഞ്ഞിക്കുളം പാടശേഖര സമിതിയുടെ പ്രസിഡന്റാണ്. ഒരു പഴമൊഴിയുണ്ട്, വിളഞ്ഞ കണ്ടത്തിലേക്ക് വെള്ളം തേവരുതെന്ന്. നമ്മുടെ പീച്ചി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അവസ്ഥ തൃശ്ശൂരിലെ മുളയം, കൊഴുക്കുള്ളി എന്നീ ഭാഗങ്ങളിലുള്ള പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം ആവശ്യമുണ്ട്. ഇപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ ആ നെൽകൃഷി കരിഞ്ഞു പോകും. ശരിയാണ്, അവിടേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ അവിടേക്ക് വെള്ളം വിടുമ്പോൾ അതിനടുത്തുള്ള പാടശേഖരങ്ങളുണ്ട്. ഇലഞ്ഞിക്കുളം, അഞ്ചേരി, മരത്താക്കര, അവിടേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ കൊഴുക്കുള്ളി ഭാഗത്തേക്ക് വിടുന്ന വെള്ളം വളരെ കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ ആ വ്യാപനം തടഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനതിൻ്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് അയച്ചു തരാണ്. അവിടേക്ക് കൊഴുക്കുള്ളി ഭാഗത്തേക്ക് വിടുന്നതിൻ്റെ വെള്ളത്തിൻ്റെ പകുതി ഭാഗം മറ്റു സ്ഥലങ്ങളിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. ഈ എലിഞ്ഞിക്കുളം പെട്ടെന്ന് മുങ്ങും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എലിഞ്ഞിക്കുളം പാടശേഖര സമിതിയിലെ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെള്ളം വിടുന്നത് ആപത്താണ്. ഞങ്ങളുടെ നെല്ല് വിളഞ്ഞു കഴിഞ്ഞു, 15 ഏക്കർ വിളഞ്ഞു നിൽക്കുകയാണ്. ഇനി അത് കൊയ്താൽ മതി. ഈ സമയത്ത് വെള്ളം വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിൽ നിന്ന് ഇതിനൊരു പരിഹാരമുണ്ടാകണം. വളരെ കൃത്യമായി വെള്ളം വിടുക, ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക. അനധികൃതമായി മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം വ്യാപിക്കാതെ നോക്കേണ്ടത് ഇവരുടെ കടമയാണ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. പാണഞ്ചേരി പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ കോൺഗ്രസിന് മുൻതൂക്കം. വികസനം, ക്ഷേമകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസം, ധനകാര്യം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വരണാധികാരി പ്രജി നേതൃത്വം നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അനൂപ് KS, സന്ധ്യ ഷാജി, ജോസ് TH, സുബ്രഹ്മണ്യൻ KK, അനിത KV, ജോളി ജോർജ് എന്നിവർ അംഗങ്ങളായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അജു തോമസ്, ജോജോ ജോർജ്, വിനോദ് TB, ജിജി MM, സന്ധ്യ മനോജ് കുമാർ, ഡീനാമോൾ AJ എന്നിവർ അംഗങ്ങളായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സോഫി ജിജി, സീന വർഗീസ്, സാവിത്രി സദാനന്ദൻ, സ്വപ്ന KS, ആര്യ MK എന്നിവർ അംഗങ്ങളായി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൃഷ്ണേന്ദു MR, ശിവപ്രശോഭ്, സനിൽ വാണിയമ്പാറ, ഫ്രാൻസിന ഷാജു, കൃപ CK. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചനാണ്. ജനുവരി 9 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർപേഴ്സൺമാർക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. JCI തൃശൂർ സിറ്റിയുടെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും എക്സലൻസ് അവാർഡ് വിതരണവും ജനുവരി 9 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മിഷൻ ക്വാർട്ടേഴ്സ് ലയൺസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചടങ്ങ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ JFM നിതീഷ്, ഹിരൺദാസ്, പ്രശാന്ത് വർഗീസ്, PP സോണി വർഗീസ് എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും സർവോദയ നേതാവുമായിരുന്ന തിരുവത്ര ദാമോദരന്റെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ 108ാം ജന്മദിനത്തിൽ പ്രമുഖ ഗാന്ധി മാർഗ പ്രവർത്തകൻ ചെറാട്ട് ബാലകൃഷ്ണന് റിട്ടയർഡ് ജില്ലാ ജഡ്ജി രമേശ് ഭായ് സമ്മാനിച്ചു. തിരുവത്ര ദാമോദരൻ ഫൗണ്ടേഷനും മഹാത്മാ സാംസ്കാരിക വേദിയും സംയുക്തമായി ആദര സദസ്സ് സംഘടിപ്പിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേളപ്പജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത് അധ്യക്ഷനായി. PS സുകുമാരൻ, പഞ്ചായത്ത് മെമ്പർ KS കൃഷ്ണൻകുട്ടി, ഡേവിസ് കണ്ണമ്പുഴ, KK ജോസ്, KS സുരേന്ദ്രൻ, TC ജോസ്, K മോഹനൻ എന്നിവർ സംസാരിച്ചു. ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂർ PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ 2026 ജനുവരി 6-നും 7-നും കൾച്ചർ ആൻഡ് പെർഫോമൻസ് എന്ന സബ്ജക്റ്റിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ശ്രീ കേരളവർമ്മ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിനികളായ ഗോപികയുടെ നൃത്തവും സെമിനാറിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. ഇംഗ്ലീഷ് വിഭാഗം തലവൻ സന്ദീപ് TG സ്വാഗതം ആശംസിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം പ്രശസ്ത കർണാടക സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ TM കൃഷ്ണ നിർവഹിച്ചു. ഡോക്ടർ ഊർമിള, ഡോക്ടർ അമിത് പരമേശ്വരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ നന്ദി അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് തൽസ്ഥാനം രാജിവെച്ചു. BJP പിന്തുണയിൽ ലഭിച്ച പദവി ഒഴിയണമെന്ന KPCC ആവശ്യപ്രകാരമാണ് രാജി. വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നു. വ്യാഴാഴ്ചയോടുകൂടി ശ്രീലങ്ക ഭാഗത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് മധ്യ തെക്കൻ ജില്ലകളിലും മഴ സാധ്യത മുന്നറിയിപ്പുണ്ട്. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് നിര്യാതനായി. ഇടവേള.
ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക് വീണ്ടും. ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ യുവതിയുടെ മേൽ ബസ് കയറി. യുവതിക്ക് ദാരുണ അന്ത്യം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണാണ് യുവതിയുടെ മരണം. ഇരിങ്ങാലക്കുട കൊട്ടിലങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ 28 വയസ്സുള്ള ആഫിദയാണ് മരിച്ചത്. മൂലംകോട് തെങ്ങിൻ തോട്ടത്തിൽ ഡാനിയൽ ജോൺസൺ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. മൃതദേഹം വിലങ്ങന്നൂരിലെ മോർച്ചറിയിലാണ്. സംസ്കാര ദിവസമായ ജനുവരി 7 ബുധനാഴ്ച രാവിലെ ഭവനത്തിലേക്ക് എത്തിച്ച് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ലിസി ജോൺസണാണ് ഭാര്യ. ജോൺസി, ജിൻസി, ലൈസി എന്നിവർ മക്കളും. നിക്സൺ, ജെൻസൺ, ബിനേഷ് എന്നിവർ മരുമക്കളുമാണ്. മണ്ണുത്തി ബോസ്കോ നഗർ കുളങ്ങര വീട്ടിൽ വിൻസെന്റ് നിര്യാതനായി. 69 വയസ്സ്. സംസ്കാരം നടന്നു. നടത്തറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ TM രാജീവിന്റെ അനുജൻ തണ്ടേക്കൽ മാധവൻ മകൻ ബിജുകുമാർ എന്ന അയ്യപ്പൻ നിര്യാതനായി. കോൺഗ്രസ് മുൻ ബൂത്ത് പ്രസിഡന്റായിരുന്നു. തൃശൂർ റൂറൽ പോലീസിന് കരുത്തേകാൻ പുത്തൻ വാഹനങ്ങളുണ്ട്. 4 മഹീന്ദ്ര ബൊലേറോ വാഹനങ്ങൾ ലഭിച്ചിരിക്കുന്നു. കയ്പമംഗലം, വലപ്പാട്, കൊരട്ടി എന്നീ പോലീസ് സ്റ്റേഷനുകൾക്ക് മഹീന്ദ്ര ബൊലേറോ B4 മോഡൽ വാഹനങ്ങളും ജില്ലാ ക്രൈംബ്രാഞ്ച് DVSPക്ക് മഹീന്ദ്ര ബൊലേറോ വാഹനവും ലഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പുത്തൻകാട് ഏല നെല്ലുൽപാദക സംഘത്തിന്റെ കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മുൻ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 13ാം ചരമവാർഷികം ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാടം ചക്കാലക്കളം NSS കരയോഗം പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ പതിവായി വീട്ടുമാലിന്യങ്ങൾ തള്ളുന്നത് പതിവാക്കുന്നു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.